എന്നിൻ്റെ മക്കളെ ഞാൻ വന്നിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ്. അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കട്ടെ. നല്ല ടേസ്റ്റാട്ടോ. ഈ രീതി ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട്. ഇതിലേക്കുള്ള മസാല അടിപൊളി. ആദ്യം നമുക്ക് സുർക്കയിൽ ഇട്ടേക്കുക. കോളിഫ്ലവർ മുറിച്ചിട്ട് അതിലുള്ള അഴുക്കളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് സുർക്ക വെച്ചിട്ട് ഉപ്പിട്ടിട്ട് വെക്കുക. അത് അരമണിക്കൂറോളം നരിച്ചുട്ട് തിളപ്പിച്ച് വയ്ക്കണ്ടേ, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ശേഷം ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ആദ്യം കോൺഫ്ലവർ ഉണ്ടല്ലോ പൊടി, അത് 2.5 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ അരിപ്പൊടി 2.5 ടേബിൾ സ്പൂണ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2.5 ടേബിൾ സ്പൂണ്, ഇതൊക്കെ ഇട്ട് തന്നു. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല 1/4 സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ തൈര്, പിന്നെ 1/4 സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കുക. അതിനായിട്ട് നല്ല കട്ടി വേണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കലക്കിയതിന് ശേഷം നല്ല കട്ടി വേണം. കട്ടിയിലൊക്കെ മസാലയിൽ ഒരു മണിക്കൂറോളം ഇരിക്കട്ടെ നന്നായിട്ട്. അപ്പോൾ നന്നായിട്ട് പിടിക്കും. എന്നിട്ട് അതിൽ ഒരു മുട്ട ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ. മുട്ട ഇതിൽ കാണില്ല, ഒരു ക്യാമറ ഓഫായി പോയി തോന്നുന്നുണ്ട്. അതിനുശേഷം ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി, നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് മീഡിയം സൈസിൽ തീ വെക്കുക. ഏകദേശം ഇങ്ങനെ വറുത്ത് കോരും. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ്. അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി, കുട്ടികൾക്കും നല്ല ക്രിസ്പ് ഉണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും കൂടെ ഒന്ന് മൂപ്പിച്ച് എണ്ണയിലിട്ടുകൊണ്ട് പൊരിച്ചുകൊണ്ട് ഒന്ന് അതും മേലിടുക. നല്ല രസം, നല്ല ക്രിസ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ്. ടൊമാറ്റോ പേസ്റ്റ് ഒന്നും ആവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ ഇതാകണ്ട അവർ തിന്നുന്നുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു, നല്ല രസമുണ്ട്. ഈ രീതിയിലൊന്നും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രസമുണ്ട്.